സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, CPM-നെതിരെ ഏറ്റവും ശക്തമായി ദളിത് വിഭാഗങ്ങൾ ഉന്നയിക്കുന്നത് അവരെ ജാതി കോളനി ജീവിതത്തിലേക്ക് തള്ളി വിടുകയും ഈ 5.5 ലക്ഷം ഹെക്ടറോളം ഭൂമാഫിയ, ഈ പറയുന്ന തോട്ടം മാഫിയ അത് പിടിച്ചു വച്ചിരിക്കുമ്പോൾ അവരെ പിടിക്കാനുള്ള നിയമത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ ജിഗ്നേഷ് മേവാനിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, നിങ്ങൾ അരിപ്പയിലും ചെങ്ങറയിലും നിങ്ങളുടെ തനിനിറം പുറത്തെടുക്കുകയും ചെയ്യും, അത് അങ്ങേറ്റം ദളിത് വിരുദ്ധമാണ് എന്നും അവർ ഉന്നയിക്കുന്നു. ഒരു കാര്യം കൂടി, ഈ മധുവിൻ്റെ സംഭവം ഇവിടെ ഉണ്ടായല്ലോ, ഏത് ഉത്തരേന്ത്യൻ നാടുകളിലെയും സംഭവിക്കുന്ന തരത്തിലുള്ള രൂപത്തിലായിരുന്നു ഇവിടെയും. അത് നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഭിന്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംഭവം ഉണ്ടായാൽ അതാണ് നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യം. അത് സംഭവിക്കാനിടയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് എന്നത് അനിഷേധ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മൂർത്തമായി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണമായിരുന്നു. ഇവിടെ നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ഒ രാജഗോപാൽ കൊണ്ടുവന്നപ്പോൾ അതിൽ AK ബാലൻ നൽകിയ മറുപടി എന്നത് മധുവിൻ്റെ മരണത്തിന് സർക്കാർ ഉത്തരവാദിയല്ല എന്നാണ്. ഇങ്ങനെ യോഗി ആദിത്യനാഥിനും പറയാമെന്നേ. മാത്രവുമല്ല, അട്ടപ്പാടിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യമില്ല, പോഷകാഹാരക്കുറവില്ല, മധുവിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക പ്രയാസങ്ങളുമില്ല. പിന്നെ ഒരു വരി പറയുകയാണ്, മറ്റു പല കാരണങ്ങളുമാണ് അതിലേക്ക് നയിച്ചത്. അവിടെ ഒരു അവ്യക്തത പാടില്ല. ആ മറ്റു പല കാരണങ്ങളിലേക്ക് നിങ്ങൾ ഒരു രാഷ്ട്രീയ വ്യക്തതയിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ വിഭാഗത്തെ പ്രതിദാനം ചെയ്യാൻ കഴിയുക. അങ്ങനെ ആകാതിരിക്കുക, നിങ്ങൾ അവരിൽ നിന്നും മാറി നിൽക്കുക, നിങ്ങൾ അവർക്കെതിരായ നടപടികളിലേക്ക് പോവുക, എന്നിട്ട് നിവൃത്തിയില്ലാതെ അവർ ഐക്യപ്പെടുമ്പോൾ അത് സ്വത്തു രാഷ്ട്രീയം എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി കൂടി അവരെ അകറ്റി നിർത്തുക. ഇത് ശരിയോ? വേണു, ഈ ചർച്ചയിൽ ഇന്ന് നടന്ന ഹർത്താൽ ഉൾപ്പെടെ രാജ്യമെമ്പാടും നടക്കുന്ന ഈ ദളിത് കൂട്ടക്കൊലക്കും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെ ദുർബലപ്പെടുന്ന കോടതി ഇടപെടലുകൾക്കും അതിനോട് ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന പോലുള്ള സമീപനം എടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ്. ആ പ്രതിഷേധത്തിൻ്റെ അളവ് ഉയർത്തുന്നതിൽ, ആ പ്രതിഷേധത്തിൻ്റെ തോത് കൂട്ടുന്നതിൽ ഇന്നത്തെ ഹർത്താൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എത്രത്തോളം പങ്കുവഹിച്ചു എന്ന രീതിയിലാണ് ഈ ചർച്ച പോകേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. വേണുവും ഗീതാനന്ദനും ജെയിംസും കൂടെ ഈ ചർച്ചയെ കേരളത്തിൽ CPM-നെതിരായിട്ട് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായതുപോലെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം CPM കാണുന്നേയില്ല. ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങൾ അധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ദളിതുകളെയും ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഭവങ്ങളാണ് രാജ്യം മുതൽ സുനാപ്പേട് വരെയുള്ള കൂട്ടക്കൊലകളിലൂടെയും അതിക്രമങ്ങളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിഷ്ഠൂരമായ പ്രകടനമാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു മാർഗ്ഗരേഖ നൽകിയപ്പോൾ അതിനെതിരായിട്ട് കോടതിയിൽ സോളിസിറ്റർ ജനറൽ നിശബ്ദത പാലിച്ചു എന്ന് പറഞ്ഞാൽ മോഡി സർക്കാരിൻ്റെ സമീപനമാണിത്. അവരാഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരണം. അങ്ങനെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് കേരളം. ആ പ്രതിഷേധത്തിൽ ഓരോരുത്തരും അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ടാകാം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ദളിത് രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തോട് സംസ്കാര സംഘർഷവാദങ്ങളോട് ഒക്കെ വ്യത്യസ്തമായ നിലപാടുകൾ CPM-നും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്കുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ അധിഷ്ഠിതമായ ഹിന്ദുത്വം ഇന്ന് ഹിംസാത്മകമായ രീതിയിൽ അതിന് കിട്ടിയ കേന്ദ്രാധികാരത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദളിതുകളെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ വേട്ടയാടുകയാണ്. ഈ കാര്യത്തിൽ യോജിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് CPM പോലുള്ള പാർട്ടികൾ കാണുന്നത്. ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അജണ്ടയുണ്ട്. ഈ ചർച്ചയിൽ ഗീതാനന്ദൻ തൊട്ടുള്ള സുഹൃത്തുക്കൾ BJP-ക്കെതിരായിട്ട് കോൺഗ്രസിനെതിരായിട്ട് സംസാരിച്ചു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2001 ഡർബനിൽ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഈ ഇന്ത്യയിലെ ജാതീയത എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെയും അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ നിലനിൽക്കുന്ന അപ്പാർത്തിട്ട് പോലുള്ള ഏറ്റവും ഭീകരമായ ഒരു വംശീയ വിവേചനമാണ്. ഇതിനെ വംശീയ വിവേചനമായി തന്നെ കണ്ടുകൊണ്ട് നിരോധിക്കാനാവശ്യമായ നടപടികൾ ഈ വംശീയ ഉച്ചകോടിയുടെ സമ്മേളനത്തിലെ പ്രഖ്യാപന രേഖയിൽ വരണം എന്ന വാദം മുന്നോട്ട് വെച്ചു. അതിനെ എതിർത്തതാരാണ്? BJP-യും കോൺഗ്രസും ഒന്നിച്ചാണ്. ലോകം നേരിടുന്ന വംശീയ വിവേചനങ്ങളിൽ ഏറ്റവും ക്രൂരമായതാണ് ജാതി വിവേചനം എന്നത് ഉൾപ്പെടുത്തുക എന്നതായിരുന്നു അന്നുയർന്നു വന്ന ആവശ്യം. ശ്രീ KT-ക്ക് തുടരാം. ആ ആവശ്യത്തെ നിരാകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അന്ന് പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. BJP അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണെന്ന്. അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും BJP-യുടെയും പ്രതിനിധികളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത്. അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ബുദ്ധിജീവികളുടെയും അക്കാദമിക്കുകളുടെയും അതുപോലെ തന്നെ NGO സംഘടനകളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വന്നവർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ജാതീയത എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അത് സാർവദേശീയ പ്രശ്നമാകാൻ പാടില്ല, ഈ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു കേന്ദ്രാധികാരത്തെ നിർണ്ണയിക്കുന്ന മുഖ്യ രാഷ്ട്രീയ കക്ഷികൾക്കെതിരായിട്ട് ഇത്തരം ചർച്ചകൾ പോകാതെ നിങ്ങൾ CPM-ൻ്റെ
ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം എന്ന നിലക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതിലെ ശരിതെറ്റുകൾ പരിശോധിക്കാം. CPM തീർച്ചയായിട്ടും ദളിത് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. ദളിത് സംഘടനകളോട്, ദളിത് ഗ്രൂപ്പുകളോട് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിമർശനം ഉണ്ടാകാം. വിമർശനം സമര ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾ ആരും എടുക്കുന്നില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ എന്താണ്, അവരോട് രാഷ്ട്രീയമായ വിമർശനം ഉണ്ടാകാം. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഒരു ചർച്ച നടത്തേണ്ട അവസരത്തിൽ കേരളത്തിൽ സവിശേഷമായ അജണ്ടയുണ്ട്. ആ അജണ്ട നിർണ്ണയിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അത്തരം ആളുകൾ എന്താണ്? ഇന്ന് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഭീകരമായ രീതിയിൽ എന്താണ് ഗീതാനന്ദനെ അറസ്റ്റ് ചെയ്ത സംഭവം പറയുകയാണ്. ഗീതാനന്ദനെ ഒരു കരുതൽ തടങ്കലനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നുള്ളത് ശരിയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ AK ആന്റണിയും രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് എന്താണ്? അങ്ങനെ ദളിത് നേതാക്കളെ, ഗോത്ര മഹാസഭ നേതാക്കളെ അറസ്റ്റ് ചെയ്യാവും. മുത്തങ്ങയിൽ വെടിവെച്ചിട്ട ആളുകളാണ് ഇവർ. അപ്പോൾ ആ പാവക്കറ കയ്യിലുണ്ട്. അത് കഴുകി കളഞ്ഞിട്ട് പോലുമില്ല അവർ. അക്കാര്യത്തിൽ ഒരു സ്വയം വിമർശനം പോലും അവർ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ ഈ ചർച്ചയിൽ. ശരി, ഒരു ചെറിയ കാര്യം ശ്രീ KT ചുരുക്കം വാക്കുകളിൽ മറുപടിയും പറയുക, നമുക്ക് സമയം കുറവാണ്. ശ്രീ KT, ഇവിടെ ജിഗ്നേഷ് മേവാനിയുടെ മുന്നേറ്റത്തെ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മുന്നേറ്റത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയുണ്ടായല്ലോ. അവിടെ ഈ സ്വത്തു രാഷ്ട്രീയം എന്ന വാദം നിങ്ങൾക്ക് തടസ്സമാകാത്തത് എന്തുകൊണ്ട്? കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വരുമ്പോൾ മാത്രം പ്രസക്തമാകുന്നതാണോ CPM-നെ സംബന്ധിച്ച് ഈ സ്വത്തു രാഷ്ട്രീയത്തോടുള്ള അകലം? അല്ല, ഒരിക്കലുമല്ല. സ്വത്തു രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് ഐഡിയോളജിക്കലായി വിമർശനമുണ്ട്. അതിനോടുള്ള വിമർശനങ്ങളും അതിനോടുള്ള ആശയ സമരവും ഞങ്ങൾ തുടരും. അത് ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യോജിക്കും. ഇപ്പോൾ കർണാടകയിൽ ഈ എച്ചിലയിൽ ഉരുളുന്ന എന്താണ് മടൈസ്നാന, അത്തരമൊരു ആചാരത്തിനെതിരായിട്ട് കർണാടകയിലെ സവർണക്ഷേത്രങ്ങളിൽ ഒരു നിർബന്ധപൂർവ്വം നടന്ന ഇത്തരം ആചാരത്തിനെതിരായിട്ടുള്ള ഇതിൽ പല സ്വത്ത് രാഷ്ട്രീയ ഗ്രൂപ്പുകളുമായിട്ട് ഈ ആചാരത്തിനെതിരായിട്ടുള്ള ഈ ദുരാചാരത്തിനെതിരായിട്ട് ഞങ്ങൾ ഐക്യമുന്നണി. ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകണം. KT സമയമില്ല, ഒരു ഇടവേള കൂടി. സൂപ്പർ പ്രൈം ടൈം ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. കഷ്ടി 4 മിനിറ്റാണുള്ളത്. 2 മിനിറ്റ് ശ്രീ TG മോഹൻദാസിന് ചോദ്യമില്ല. ശ്രീ KTക്കുള്ള മറുപടി ശ്രീ TG മോഹൻദാസ്. ഇല്ല, വേണ്ട ഒറ്റ കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ 5 ലക്ഷം ഏക്കർ വരുന്ന ഭൂമി കുറച്ച് എസ്റ്റേറ്റുകാരുടെ കയ്യിലുള്ളത് കുറേ കാലമായിട്ട് കേസിൽ കിടക്കുന്നു. അത് സിംഗിൾ ബെഞ്ച് അതിന് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ ഇത്ര വലിയ ഭൂമി കേസായതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് വിട്ടു. അതിപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് എപ്പോൾ തീരുമെന്ന് ആർക്കും അറിയില്ല. ഈ ഭൂമി ഏറ്റെടുക്കാൻ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട്, കമ്മിറ്റി പോലും അല്ല, അദ്ദേഹത്തിൻ്റെ ഏകാംഗ കമ്മീഷനാണ്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഒരൊറ്റ ഓർഡിനൻസ് കൊണ്ട് ഈ 5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ പറ്റും, സർക്കാരിൻ്റെതാക്കി മാറ്റാൻ പറ്റും. കേരളത്തിലെ ഈ ആദിവാസി ദളിത് ഭൂപ്രശ്നത്തിന് വലിയൊരളവ് വരെ പരിഹാരം അതിനകത്തുണ്ടാകും. 2001 CPM-ൻ്റെ സർക്കാരല്ല, AK ആന്റണിയാണ് 5 ഏക്കർ വീതം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും കൊടുത്തില്ല. നിങ്ങൾ ഈ 5 ലക്ഷം ഏക്കർ ഒരു ഓർഡിനൻസിലൂടെ 2 സ്വകാര്യ കോളേജുകളെ സഹായിക്കാനൊക്കെ ഓർഡിനൻസും നിയമമൊക്കെ ഇറക്കിയതാണല്ലോ. അതിലുമൊക്കെ എളുപ്പമാണ് ഈ കാര്യം. ഈ ഓർഡിനൻസ് ഒരു പക്ഷേ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അതിൻ്റെ പുറകിലൊരു കോഴ്സ് ഉണ്ട്. കോടതിയൊന്നും പെട്ടെന്ന് അതിൽ ഇടപെടാൻ പോകുന്നില്ല. ദൈവത്തെ ഓർത്ത് ഇത്രയും കാര്യമെങ്കിലും KT കുഞ്ഞിക്കണ്ണന് സ്വന്തം പാർട്ടിയിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഞാനും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ ഈ വേദിയിൽ വാഗ്ദാനം ചെയ്യുകയാണ്. ദയവ് ചെയ്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് പരിഹരിക്കാം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ PJ ജെയിംസ്, ഇന്നിപ്പോൾ ഹർത്താൽ വിജയിച്ചു. ഹർത്താൽ പക്ഷേ ഒരു തുടർ സമരമല്ല. അത് രാവിലെ തുടങ്ങി വൈകുന്നേരം നിശ്ചയിച്ച് തന്നെ പ്രകാരം അവസാനിപ്പിക്കുന്ന ഒന്നാണ്. അതിലൂടെ വലിയ വിജയകഥകൾ ഒരു സമരമെന്ന നിലയിൽ നമുക്ക് അവകാശപ്പെടാനുമില്ല. ഇന്നൊരു വലിയ വിജയമാണ് എന്നതിൻ്റെ ഗൗരവം ചുരുക്കി കാണുന്നില്ല. പക്ഷേ ഈ ആഹ്വാനം ഒരു സാമൂഹ്യ വിഭാഗത്തെ മുഴുവൻ ഐക്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലേക്ക് ഉയരാൻ കഴിയുന്ന തരത്തിൽ ഇതിന് വികസിക്കാൻ കഴിയുമോ? ഈ കൂട്ടായ്മയ്ക്ക് വികസിക്കാൻ കഴിയുമോ? ഈ ആഭ്യന്തര അഭിപ്രായ പിണക്കങ്ങൾ മുഴുവൻ മാറ്റിക്കൊണ്ട്. തീർച്ചയായിട്ടും ഇന്നൊരു തുടക്കമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, സമയമില്ല. ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഈ സ്വത്വവാദം അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇവിടുത്തെ ദളിത് ജനവിഭാഗങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റിക്കും അവരുടെ നിലനിൽപ്പിനും അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം സ്വത്വവാദമല്ല.
സാമ്രാജ്യത്വത്തിൻ്റെ സ്വത്വ രാഷ്ട്രീയം വേറെ, അത് ഇതിന് മേൽ ചുമത്തരുത് നമ്മൾ. എനിക്ക് കുഞ്ഞിക്കണ്ണനോട് പറയാനുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഈ BJP അല്ലെങ്കിൽ RSSൻ്റെ സവർണ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള സമരം കേരളത്തിൽ എന്തുകൊണ്ട് CPM-നെതിരായ സമരമായി മാറുന്നു എന്നുള്ളത് കുഞ്ഞിക്കണ്ണൻ പരിശോധിക്കണം. കാരണം ഇപ്പം ഇവിടെ ദേശീയപാതയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇവിടുത്തെ BPPP BOT പദ്ധതികൾ, വിഴിഞ്ഞം പദ്ധതികൾ, അപ്പോൾ ഇന്ന് കോർപ്പറേറ്റ് സേവ അജണ്ടയായി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM അതിന് വിധേയമാകുന്നത്. മറ്റാരുടെയും കുഴപ്പമല്ല. അതുപോലെ ഭൂമിയുടെ പ്രശ്നം, ഇപ്പോൾ TG മോഹൻദാസ് ഭൂമിയുടെ കാര്യം പറഞ്ഞു, കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ലത് ഇവിടെ. പക്ഷേ കേരളത്തിലെ പ്രശ്നം നമുക്കറിയാം. ഭൂപരിഷ്കരണത്തിന് ശേഷം, കൊട്ടിഘോഷിച്ച ഭൂപരിഷ്കരണത്തിന് ശേഷം ഇവിടുത്തെ മണ്ണിൽ പണിയെടുക്കുന്ന ഇവിടുത്തെ ദളിത് ജനവിഭാഗങ്ങൾ ഭൂമിയിൽ നിന്ന് അവർ ഓടിക്കപ്പെട്ടു. ഭൂമി ഇന്ന് ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭൂകേന്ദ്രീകരണം നിലനിൽക്കുന്ന, ഏറ്റവും കൊട്ടിഘോഷിച്ച ഭൂപരിഷ്കരണം നടന്നിട്ടും ഏറ്റവും ഭൂകേന്ദ്രീകരണം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ പട്ടികജാതി പട്ടികവിഭാഗങ്ങളെന്ന് പറഞ്ഞ് 26,000 കോളനികളിൽ കഴിയാണ്. ഭൂമിയില്ല. ഭൂമി ഇവിടുത്തെ ചില വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ചില മതശക്തികളുമായി ബന്ധപ്പെട്ട ചില പുത്തൻ മടിശീലക്കാരുടെ പുത്തൻ ഭൂടമവർഗങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇതൊക്കെ മറികടക്കുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ ഐക്യം, ഒരു ജനകീയ ഐക്യം ഇവിടെ രൂപം കൊള്ളാനുള്ള ഭൗതിക സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ദളിതരുടെ ഒരു മഹാ ഐക്യത്തിനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിരിക്കുന്നെന്നാണ് ശ്രീ ജെയിംസ് പറയുന്നത്. എല്ലാവരും പിന്തുണച്ചുവെന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നു. ശരി തന്നെ. പക്ഷേ ആർക്കൊക്കെ എതിരെയാണ് ഈ സമരത്തിൻ്റെ മുദ്രാവാക്യമെന്ന് അവരവർ ആലോചിക്കുക കൂടി ചെയ്യുക. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.